Good morning, students. Did you hear the last class? Have you understood it? In that class, we just gave an introduction to the unit, the mirror. That was, the entry was through a cartoon. That cartoon shows us how people react when they see an unfamiliar thing. That is, in that picture, in that cartoon, we know that they were seeing the movie for the first time. അതായത് ഒരു സിനിമ, ഒരു ചലച്ചിത്രം ആദ്യമായി കാണുമായിരുന്നു. ആ സമയത്ത് ആ ആൾക്കാരുടെ റിയാക്ഷൻ, അവരെ ഓരോരുത്തരെ അതിൽ നിന്ന് കടന്നു വന്ന് ആ ട്രെയിൻ ഇടിക്കോ എന്ന് പേടിച്ച് അവർ ഓടിപ്പോകുന്നതാണ് നമുക്ക് ആ കാർട്ടൂണിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ആ കാർട്ടൂണിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? We understand that when we are introduced to a unfamiliar thing or a new thing, we will be really afraid or we will be in a state of anxiety. Okay? ഇനി നമ്മള് സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ സ്റ്റോറി, it is a African folk tale. T-A-L-E, tale means story. ഒരു സ്റ്റോറി, ഒരു നാടോടി കഥയാണ് നമ്മൾ ഇവിടെ വായിക്കാനും പഠിക്കാനും പോകുന്നത്. അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്സ്, ഇന്റർനെറ്റ്, TV, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കുറെ വല്യപ്പാരൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ ഇതൊന്നും, അവരുടെ ചെറുപ്പകാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യാനുള്ള സൗകര്യം വരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ് നമ്മൾ വായിക്കുന്നത്. The story which we are going to study are in 3 parts. The first part is the island. Then we will continue with Father Comes Alive, and the last is the fight. So we will read the first part. Okay? So we can move to the lesson now. Okay. The island. We have mobile phones, laptops, smart boards, and many other gadgets today which make our life easy and comfortable. But there was a time when people didn't have any of these. The African folktale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we are now. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. So, the heading of the lesson is the island. What is an island? Can you see this picture? You can see that there is a land place in the middle of the sea. ഇങ്ങനെയുള്ള സ്ഥലത്തെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ഐലൻഡ് is a place which is surrounded by sea on all sides. You may be knowing the names of many islands. We have Lakshadweep, then our neighboring country Sri Lanka, then there is an island continent also, Australia. All those are islands. Okay? When you are pronouncing it, you have to pronounce island. The spelling is I-S-L-A-N-D. But you must not pronounce Island because S is silent in that word. Okay? So, you must always say the word island. Then
the next paragraph. Long, long ago, that is the beginning of the story. Long, long ago, a fisherman and his wife lived on an island. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു മുക്കുവനും അയാളുടെ ഭാര്യയും ഒരു ദ്വീപിൽ, അതായത് ഐലൻഡിൽ താമസിച്ചിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. അതൊരു വിജനമായൊരു ഐലൻഡ് ആയിരുന്നു. അധികം ജനങ്ങളില്ലാത്ത, വളരെ കുറഞ്ഞ ആൾക്കാരുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. The people of the island led a quiet and simple life. വളരെ സമാധാനപരമായി, ശാന്തമായി, വളരെ ലളിതമായ ഒരു ജീവിതമാണ് അവിടെയുള്ള ജനങ്ങൾ നയിച്ചിരുന്നത്. Electricity, no phone, no television, no newspaper. They had no hairbrush, no mirrors either. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ ആ കാലഘട്ടത്തിൽ വൈദ്യുതിയില്ല, അതായത് ലൈറ്റോ ഫാനോ അങ്ങനത്തെ ഒന്നുമില്ല. നോ ഫോണും ഇല്ല, TV ഇല്ല, എന്തിന് ന്യൂസ് പേപ്പർ പോലും ഇല്ല. അങ്ങനത്തെ ഒരു ജനത. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റോ? ഇത് മാത്രമല്ല, ദേ ഹാഡ് നോ ഹെയർ ബ്രഷ്, നോ മിറേഴ്സ് ഐദർ. അവർക്ക് മുടി വാരാൻ ഒരു കോമ്പ് അല്ലെങ്കിൽ ഒരു ചീർപ്പില്ല. ഇല്ലെങ്കിൽ എന്തിന്, അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു കണ്ണാടി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അത്രയും പണ്ടുള്ള ഒരു കഥയാണിത്. The only way the islanders came to know about the world outside was through the ships that passed the island. ആ ജനതയ്ക്ക് ആകെ ഒരു വഴിയേ ഉണ്ടായിരുന്നു. ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞാല് ആ ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാർ. The only way the islanders came to know about the world, ലോകത്തെ, പുറം ലോകത്തെ, വേൾഡ് ഔട്ട്സൈഡ്, പുറം ലോകവുമായുള്ള ആകെ ഒരു വഴി, ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് അവർക്ക് അറിഞ്ഞിരുന്നത്? was through the ships that passed the island. ആ ഐലൻഡിലൂടെ വല്ലപ്പോഴും ഒരു കപ്പൽ പോകുമ്പോൾ ആ കപ്പലിലൂടെയാണ് പുറം ലോകത്തെ പറ്റി അവിടെയുള്ള ഐലൻഡിൽ താമസിക്കുന്ന ആളുകൾ അറിഞ്ഞിരുന്നത്. The sailors in the ship threw old worn out toothbrushes, broken buckets, torn shoes, etc. into the sea. ഈ കപ്പലിൽ പോകുന്ന നാവികർ അല്ലെങ്കിൽ കപ്പലിൽ പോകുന്ന യാത്രക്കാർ അവരുടെ പഴയ ബ്രഷും അതുപോലെ പൊട്ടിയ ബക്കറ്റ് അല്ലെങ്കിൽ കീറിയ അവരുടെ പഴകിയ ഷൂസുകളൊക്കെ കടലിലേക്ക് വലിച്ചെറിയും. ആ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ, when these things came ashore, ഈ സാധനങ്ങൾ, ഈ വലിച്ചെറിയുന്ന ഈ പഴകിയ സാധനങ്ങൾ തീരത്തേക്കടിയുമ്പോൾ the people of the island collected them. ഈ ഐലൻഡിൽ താമസിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യും? ഓടിപ്പോയി വല്ലതും പുതിയത് കിട്ടിയതുപോലെ അത് പോയി എടുക്കും. അവര് വളരെ അത്ഭുതത്തോടു കൂടി അത് പോയി എടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഇപ്പൊ ഈ പാർട്ടാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ 2-3 പ്രാവശ്യം ഈ ഭാഗങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, നൗ there are some questions in the side. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇനി ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ തീർച്ചയായും മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ ഐലൻഡ് എ പ്ലേസ് ലൈക്ക് യോഴ്സ്? നിങ്ങളുടെ പോലെയുള്ള സ്ഥലമാണോ ഈ ഐലൻഡ്? ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ്? ഇത് എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൽ നിന്ന് വ്യത്യാസമുള്ളത്? അതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? എന്താണ് ഐലൻഡ്? അതെന്താണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ കാര്യം മനസ്സിലാവും. Then second question, how did the islanders know about the world outside? എങ്ങനെയാണ് ഐലൻഡിലുള്ള ആളുകൾ പുറം ലോകവുമായി
പുറം ലോകത്തെ അറിഞ്ഞത്? എങ്ങനെയാണ്? ഈ പാരഗ്രാഫിൽ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. Why did the islanders collect the things came ashore? ഈ സാധനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ആളുകൾ എടുത്തത്? എന്തിനു വേണ്ടിയാണ്? അവര് ആദ്യമായി കാണുന്നതാണ്. So they were anxious to know what is it, and so they took all these things. അല്ലേ? അപ്പം ഈ 3 ആൻസേഴ്സും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. Okay? Okay, children. Now did you understand this? Okay. Again, I will tell you there are some new words in this lesson. ഈ ലെസണിൽ കുറച്ച് ന്യൂ വേർഡ്സ് നമ്മൾ കണ്ടു. അത് ഒന്ന് ഏതാണ്? ഗാഡ്ജറ്റ്സ്, ഹ്യൂമറസ്, ലോൺലി, ക്വയറ്റ്, sailors. Okay, these words you have to write 5 times in your notebook. You have to write all the new words and the difficult words and study well. Are you having a dictionary at home? Whenever you get a new word or a difficult word, you have to search the meaning in the dictionary. So, all should be familiar with the dictionary. Okay, children? Okay. Now, I think you have understood all the things which I have told, and you are eager to know the rest of the lesson, rest of the story. I will continue in the next class. Okay, now I am winding up this session. You must really read the lesson 4 or 5 times, and I will give you the homework in the WhatsApp group. Okay, children? Thank you.